അപ്പൊ വണക്കം മക്കളെ, 7 വർഷത്തിന് ശേഷം ഞാൻ പിന്നെയും പോയി വർക്കല ക്ലിഫില്. കന്യാകുമാരിന്ന് ഞങ്ങൾ കയറിയ ട്രെയിനിൽ ഫുള്ള് പീക്കിരി പിള്ളേര്. പിന്നെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്ത സ്റ്റേയിലെത്തി. രാത്രി പറയാൻ വലിയ കഥയൊന്നുമില്ല, പക്ഷെ രാവിലെ എണ്ണിട്ട് 1.5 കിലോമീറ്റർ നടന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇവനായിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞേ, ഇതിപ്പോ കട്ടൊന്നാലും അറിയില്ലല്ലോ, ഇവനായിട്ടിന് കണ്ണെത്തില്ല അവിടെ വരെ. ഫുഡ് കഴിച്ച് പിന്നെ നടപ്പ് തുടങ്ങി, നിക്കറും ചെരുപ്പൊക്കെ മേടിക്കാനായിട്ട്. കൂട്ടത്തിൽ എനിക്ക് മാത്രം ചെറിയൊരു വർക്ക് ഉണ്ടായി, എന്തൊരു കഷ്ടമല്ല. പിന്നെ റെഡി ആയിട്ട് നേരെ വിട്ടു വർക്കലേക്ക്. സ്റ്റോറേജില്ല, വേഗം ഇറങ്ങി. അങ്ങനെ നീണ്ട 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ പിന്നെയും വന്നു. ക്ലിഫ് പഴയ ക്ലിഫ് അല്ലേലും അജയ് പഴയ അജയ് എന്ന് പറഞ്ഞ പോലെ ക്ലിഫ് ഒരുപാട് മാറി. ഇറങ്ങാൻ നേരത്തെ സ്റ്റേയിലെ ചേട്ടൻ പറഞ്ഞതാണ് വെയിലാറിയിട്ട് പോയാൽ മതി. അപ്പൊ എനിക്കതിന്റെ ധ്വനി മനസ്സിലായില്ല, പക്ഷെ ഞങ്ങൾ തൊപ്പെടുത്തോണ്ട് കഴിച്ചില്ലേ. പിന്നെ അവിടെയുള്ള ഒരു കഫേയിൽ കയറിയിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചു. അവിടെ നിന്നുള്ള ബീച്ചിന്റെ വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ മാലായികയുടെ ചിറകൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ പോയ ഗ്യാപ്പിൽ ഇവിടെ മെനു ഒക്കെ വന്നു. ഇവർ കാര്യമായിട്ടിരുന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ടായി. അതിനിടയിൽ സ്നിഗ്ധനെ ഇവര് ചെറുതായിട്ട് ഒരു യോ ആക്കി. ഒരാൾ ആവിയാക്കുമ്പോൾ ഇരുന്ന് ചിരിക്കുന്നു. എന്തായാലേ അതിന്റെ ഇടയിൽ കൂടെ ഒരു അജ്ഞാതന്റെ വീഡിയോ കോൾ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാധനം വന്നു, ഫിഷ് നഗറ്റ്സും ചിക്കൻ നഗറ്റ്സും. അങ്ങനെ വായം പൊള്ളിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിലേക്ക് പോയി. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റി എല്ലാം കൂടി താഴെ വീഴും. ബീച്ചിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, ആദ്യം ഇറങ്ങാൻ ചെറിയൊരു മടി ഉണ്ടാവും. പിന്നെ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചേ കയറുള്ളൂ. അതിനിടയിൽ ബിബിനേട്ടൻ ദെബിട്ടിരുന്ന മണല് വാരി കളിക്കണം. ആക്ച്വലി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ കരയ്ക്ക് തൊട്ടടുത്താണെങ്കിലും അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഉള്ളിലേക്ക് പോയ ഫീലാണ്. ഒരു ഡിപ്പ് ഉണ്ട് അവിടെ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒരു ആസ്തറ്റിക് വീഡിയോ എടുക്കാന്നും പുറത്ത് ഫോണും കൊണ്ട് വെള്ളത്തിൽ ചാടി. നഗച്ച് തിന്ന് വായം പൊള്ളിച്ച് വെള്ളത്തിൽ ചാടി കണ്ണും കളഞ്ഞു. എന്തൊരു ഗതികേടാണ്. അയ്യോ പോയി. അങ്ങനെ വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കരയിൽ വന്നിരുന്ന എല്ലാവരും ഇങ്ങനെ ഒന്ന് നോക്കി കണ്ടു. വല്ലാത്തൊരു റിഫ്രഷിംഗ് ആണ് എപ്പോഴും ബീച്ചിലെ വ്യൂസ്. എവിടെ നിന്നൊക്കെയോ വന്ന കുറെ ആൾക്കാരും അവരുടെ കുറെ ഹാപ്പി മൂമെന്റ്സ് ഒക്കെ ആയിട്ട് ബീച്ച് എപ്പോഴും ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ബീച്ച് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ബീച്ച് ഇഷ്ടമാണോ ഇഷ്ടമല്ലോ എന്ന് കമന്റ് ബോക്സിൽ സൗകര്യം ഉണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലുമൊക്കെ പറ്റിയാലും ദൈവന്മാരെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് നീന്തലറിയാത്ത ഞാനെല്ലാം ബീച്ചിലിറങ്ങുന്നത്. അവിടെ നിന്നൊരു ഡ്രീം ക്യാപ്ചറും വാങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെയാണെങ്കിൽ ഫിഷ് ആയിട്ട് തന്നെ എല്ലാം മുട്ടുക്കത്തെ റേറ്റ്. വേമ്പോ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഫിഷിന്റെ പകുതിയോളം ഇവർ തിന്നു തീർത്തു. പിന്നെ ബാക്കിയുള്ളതിൽ നിന്നുള്ളിൽ പറക്കി നമ്മളും കൂടി. പിന്നെ പെട്ടിയും വാരി കെട്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഓർഡർ 2 മണി. അപ്പൊ വർക്കല ട്രിപ്പ് അവിടെ തീരുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്കോ സബ്സ്ക്രൈബോ ഫോളോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബൈ.